ചുറ്റുവട്ടം എറണാകുളത്തിന്റെ സാംസ്കാരിക സ്പന്ദനം. ചുറ്റുവട്ടത്തിൽ ഇന്ന് ലോയേഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളം ബാർ കൌൺസിൽ ഹാളിൽ മധുകർനാഥ് എന്ന ശ്രീയമ്മിന് നൽകിയ സ്വീകരണ ചടങ്ങിൽ ലോയേഴ്സ് സെന്റർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് സുഭാഷ് ചന്ദ് നടത്തിയ പ്രഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ. വിദ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് വേദം എന്ന പദം ഉണ്ടായത്. അതിന്റെ അർത്ഥം അറിവ് എന്നാണ്. സനാതനം എന്ന വാക്കിന്റെ അർത്ഥം നിത്യനൂതനം, എന്നെന്നും പുതുമയുള്ളത്, അനശ്വരം, അക്ഷരം, അക്ഷയം, അച്യുതം എന്നൊക്കെയാണ്. അറിവ് സനാതനമാണ്, നിത്യനൂതനമാണ്. അറിവിനെ ധരിക്കുന്നത്, ധാരണം ചെയ്യുന്നത് ധർമ്മം. സനാതനമായ അറിവിനെ ധാരണം ചെയ്യുന്നതുകൊണ്ട് ധർമ്മത്തിന് സനാതന ധർമ്മം, നിത്യനൂതനമായ ധർമ്മം എന്ന് പേര് വന്നു. അറിവ് പ്രകാശിക്കുന്നത് ധാർമ്മികതയിലാണ്. അധാർമികതയിൽ അറിവ് അപകടമാണ്, അശാന്തിയാണ്, അസമാധാനമാണ്, അരാജകത്വമാണ്. മനുസ്മൃതിയിലെ ഇങ്ങനെ പറയുന്നു: ഭൂമിയും സൂര്യചന്ദ്രന്മാരും ഉണ്ടായിരുന്നില്ല എങ്കിൽ അജ്ഞാന തിമിരഗ്രസ്തമായ ഈ ലോകത്ത് പ്രകാശം എന്നൊന്നുണ്ടാകുമായിരുന്നില്ല. നമുക്കറിയാം, ഈ ദൃശ്യപ്രപഞ്ചത്തിന്റെ പ്രകാശ സ്രോതസ്സുകളാണ് സൂര്യനും ചന്ദ്രനും. അതേപോലെ അറിവില്ലായ്മയാകുന്ന തിമിരം ബാധിച്ച ഈ ലോകത്തിന് അറിവിന്റെ പ്രകാശ ഗോപുരമാണ് ഭാരതം. ഭാരതം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യയല്ല. ബർമ്മ മുതൽ അഫ്ഗാനിസ്ഥാൻ വരെ, ശ്രീലങ്ക മുതൽ ഹിമവാൻ വരെ, കൈലാസം വരെ നീണ്ടുകിടക്കുന്ന വിസ്തൃതമായ ഭൂപ്രദേശമാണ് ഭാരതം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭാരതം ലോകസമക്ഷം വെച്ച മഹത്തായ അറിവെന്താണ്? പ്രകാശം എന്താണ്? ഋഗ്വേദത്തില് നമ്മളെ ഇങ്ങനെ വായിക്കുന്നു: ഇന്ദ്രം മിത്രം വരുണമഗ്നിമാഹു അധോ ദിവ്യ സുവർണോ ഗരുത്മാൻ ഏകം സദ്വിപ്രാ ബഹുദാ വദന്തി അഗ്നിം യമം മാതരിശ്വേനമാക്കു. ഈ പ്രപഞ്ചകാരണ സത്തയെ, പരമാത്മ സത്യസ്വരൂപത്തെ ഇന്ദ്രൻ എന്ന് വിളിക്കുന്നു, മിത്രൻ എന്ന് വിളിക്കുന്നു, വരുണൻ എന്ന് വിളിക്കുന്നു, അഗ്നി എന്ന് വിളിക്കുന്നു. ആകാശമേലാപ്പിൽ മേഘക്കുരുന്നുകളോടൊപ്പം നല്ല ചിറകുകൾ വീശി പറന്നു പോകുന്ന ഗരുഡൻ എന്ന് വിളിക്കുന്നു. ഏകം സത്, സത്യം ഏകമാണ്, ഏവമാണ്. ആ സത്യസ്വരൂപൻ, പ്രപഞ്ചകാരണ സത്ത ഏകമാണ്, ഏവമാണ്. അതിനെക്കുറിച്ചറിഞ്ഞ വിദ്വാൻമാർ അതിനെ പല പേരുകളിൽ വിളിക്കുന്നു. എത്ര മഹത്തായ, മാനവികമായ, മതേതരമായ ദർശനം, അറിവാണ് ഭാരതം ലോകസമക്ഷം സമർപ്പിച്ചത്. 4 വേദങ്ങൾക്ക് പിന്നാലെ ഉപനിഷത്തുകളെ എത്തി. അതിന് വേദാന്തം എന്ന് പറയും. വേദങ്ങളുടെ അന്തമായി എത്തിയത് വേദാന്തം. ഉപ എന്ന വാക്കിന്റെ അർത്ഥം അടുത്ത്, നീഷത എന്നാൽ താഴെയിരുത്തി. ഗുരു ശിഷ്യനെ തന്റെ അടുത്ത് താഴെയിരുത്തി പകർന്നു നൽകിയ അറിവിന്റെ പുണ്യപ്രവാഹങ്ങളാണ് ഉപനിഷത്ത്. 10 ഉപനിഷത്തുകൾ ദശോപനിഷത്തുകൾ എന്ന നിലയിൽ വിഖ്യാതങ്ങളാണ്. ഈ ദശോപനിഷത്തുകളുടെ ഹൃദയാംശമായ, അകക്കാമ്പ് കണ്ടറിഞ്ഞ 5 മഹാവാക്യങ്ങളുണ്ട്. അഹം ബ്രഹ്മാസ്മി ബൃഹദാരണ്യോപനിഷത്തിന്റെ മഹാവാക്യമാണ്: ഞാൻ ബ്രഹ്മസ്വരൂപമാകുന്നു. അയമാത്മ ബ്രഹ്മ, ജീവാത്മാവ് ബ്രഹ്മസ്വരൂപം തന്നെയാണ് മാണ്ഡൂക്യ ഉപനിഷത്തിന്റെ മഹാവാക്യം. തത്വമസി, ആ ആത്മാവ്, ആ ബ്രഹ്മസ്വരൂപം നീ തന്നെയാണ്. ദാറ്റ് ദോ വാട്ട് ശ്വേതകേതു, ചാന്തോക്യോപനിഷത്തിന്റെ മഹാവാക്യമാണ്. പ്രജ്ഞാനം ബ്രഹ്മ, ഇതിനെ കുറിക്കുന്ന അറിവ് തന്നെ ബ്രഹ്മമാണ്. ഐതരേയത്തിന്റെ മഹാവാക്യം. സർവം ഖലിതം ബ്രഹ്മ, മാണ്ഡൂക്യോപനിഷത്തിന്റെ മഹാവാക്യമാണ്. സർവചരാചരങ്ങളിലും നൃത്തം ചെയ്തു നിൽക്കുന്നത് ബ്രഹ്മമാണ്. നോക്കുക, എത്ര മാനവികമാണ്, എത്ര മതേതരമാണ് ഭാരതത്തിന്റെ ദർശനം. ഇതാണ് ലോകത്തിന് പ്രകാശഗോപുരം, കിഴക്കിന്റെ പ്രകാശമാണ് ഭാരതം എന്ന് പറയുന്നതിന് കാരണമായത്. ഈ മഹാവാക്യങ്ങളുടെ ശ്രവണമനന നിധിധ്യാസനങ്ങളിലൂടെ അനന്താനന്ദ ലഹരിയുടെ, സച്ചിദാനന്ദ ലഹരിയുടെ സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെടുന്നുവെന്ന് പരമഭട്ടാരക ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമി തിരുവടികൾ നമ്മളോട് പറഞ്ഞു. ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുൾ ആനന്ദക്കൂത്തു കണ്ടാടുപാമ്പേ. 20-ാം നൂറ്റാണ്ടിന്റെ മഹാപുരുഷനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ കുണ്ടലിനി പാട്ടിലൂടെ ലോകസമക്ഷം ഇത് പാടിക്കേൽപ്പിച്ചു. മൂലാധാരത്തില്
നാഗസ്വരൂപിയായ അനശ്വരയായ കുണ്ടലിനി ശക്തിയെ യോഗശക്തിയാൽ ഉണർത്തി സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധിയാജ്ഞ ചക്രങ്ങൾ ഭേദിച്ച് പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ സഹസ്രാരപത്മത്തിൽ ആനന്ദക്കൂത്ത് കണ്ട് മതിമറന്ന് അനുഭൂതിയുടെ ലയവിന്യാസങ്ങളിലേക്ക് പടർന്ന് കയറാമെന്ന് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ പറഞ്ഞു. 100-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ഷിക്കാഗോയിൽ വെച്ച് ഒരു വിശ്വമത മഹാസമ്മേളനം നടന്നു. അന്ന് ആ വിശ്വമത മഹാസമ്മേളനത്തില് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി മത പണ്ഡിതന്മാര്, പുരോഹിത ശ്രേഷ്ഠന്മാര്, ദാർശനിക ശ്രേഷ്ഠന്മാരെ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. അന്ന് ഭാരതത്തിൽ നിന്ന് ഒരു യുവ സന്യാസിയും പങ്കെടുത്തിരുന്നു. അന്ന് മതങ്ങളുടെ മാതാവായ സനാതന ധർമ്മത്തിന്റെ പേരിൽ, ഭാരതത്തിന്റെ ചിരപുരാതനമായ തപോധന പാരമ്പര്യത്തിന്റെ പേരിൽ, ഭാരതത്തിലെ വിവിധ ജാതിസ്ഥരായ ദശലക്ഷക്കണക്കിന് ജനവിഭാഗങ്ങളുടെ പേരിൽ അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്തപ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ പ്രബുദ്ധമായ ആ സദസ്സ് ഹർഷപുളകിതമായി. സഭയിലെ ഏറ്റവും കേമനായ വ്യക്തി, ഏറ്റവും സമർത്ഥനായ വ്യക്തി എന്ന് ആ യുവ സന്യാസി അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്തു. ആ യുവ സന്യാസി ആരായിരുന്നുവെന്ന് നമുക്കറിയാം. ചെറുപ്പകാലത്ത് നരേന്ദ്രൻ എന്ന് പേരിട്ട് വിളിച്ച് പിൽക്കാലത്ത് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അരുമ ശിഷ്യനായി മാറിയ, പടിഞ്ഞാറൻ നാടുകളില് അജ്ഞാനത്തിന്റെ ഗിരിശൃംഗങ്ങൾ ഒന്നൊന്നായി പിടിച്ചുകൊല്ലുകിയ, ഭാരതത്തിന്റെ എക്കാലത്തെയും മഹത്തായ നിലയ്ക്കാത്ത ആധ്യാത്മികതയുടെ ശങ്കുലിയായി മാറിയ സ്വാമി വിവേകാനന്ദനായിരുന്നു അത്. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി, ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ, അത് ഒരു കൊടുമുടിയുടെ നെറുകയിലാകട്ടെ, അത് തിരമാലകൾ ഒന്നിനു പിറകെ ഒന്നായി കുത്തിമറിയുന്ന ഒരു സമുദ്രതീരത്തിലാകട്ടെ, അത് ചുട്ടുമണൽക്കാറ്റ് വീശിയടിക്കുന്ന ഒരു മണലാരണ്യത്തിലാകട്ടെ, നവം നവം, പുതിയത് പുതിയത് എന്ന് പേരിട്ട് വിളിക്കാവുന്ന ഒരു ആധ്യാത്മിക പ്രതിഭാസം മുളച്ച് പൊന്തുകയും ഇതളിട്ട് വിരിയുകയും ചെയ്യുകയാണ് എങ്കിൽ, ആ ആധ്യാത്മിക പ്രതിഭാസത്തിന്റെ വേരുകൾ അന്വേഷിച്ചു പോകുന്ന ഒരു വ്യക്തി ആത്യന്തികമായി എത്തിച്ചേരുന്നത് കർമ്മഭൂമി, പുണ്യഭൂമി എന്ന് പുകൾപെറ്റ ഭാരതാംബയുടെ നെഞ്ചിൽ അറിവിന്റെ പ്രകാശഗോപുരമായി ഉയർന്നു നിൽക്കുന്ന ഹിമവാന്റെ മടിത്തട്ടിലായിരിക്കുമെന്ന്. ഈശാവാസ്യോപനിഷത്തിന്റെ മഹാമന്ത്രം ഹിരൺമയേന പാത്രേണ സത്യസ്യാപി ഹിതം മുഖം തത്വം ഭൂഷന്ന പാവൃണു സത്യധർമാദി ദൃഷ്ടയെ. അല്ലയോ പോഷകനായ പ്രഭോ, സത്യത്തിന്റെ മുഖം സുവർണ പാത്രത്താൽ അനാച്ഛാദിതമായിരിക്കുന്നു. അനുഷ്ഠാതാവായ ഞങ്ങൾക്ക് സത്യധർമ്മ ദർശനാർത്ഥം ആ ആവരണത്തെ മാറ്റിയാലും. അല്ലയോ അമൃതത്വത്തിന്റെ അരിമക്കിടാങ്ങളെ, നിങ്ങൾ ഏവരും കേൾപ്പിൻ. അല്ലയോ ദിവ്യലോകങ്ങളിൽ വസിക്കുന്നവരെ, നിങ്ങൾ ഏവരും കേൾപ്പിൻ. ഈ ഇരുട്ടിൽ നിന്നെല്ലാം പുറത്ത് കടക്കുന്നതിന് മാർഗം തെളിഞ്ഞിരിക്കുന്നു, വഴി തെളിഞ്ഞിരിക്കുന്നു. അത് തമസിനപ്പുറമുള്ള മഹാപുരുഷനെ അറിയുക എന്നത് മാത്രമാണ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ലോയേഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളം ബാർ കൌൺസിൽ ഹാളിൽ മധുകർനാഥ് എന്ന ശ്രീ എമ്മിന് നൽകിയ സ്വീകരണ ചടങ്ങിൽ ലോയേഴ്സ് സെന്റർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് സുഭാഷ് ചന്ദ് നടത്തിയ പ്രഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ.